ഉറക്കവും പോയി, സൗണ്ടും പോയി. സൗണ്ട് ഇപ്പം ഉണ്ടായിട്ട് പാട്ട് കേടാനൊന്നുമില്ല, എന്നാലും പറഞ്ഞേ ഉള്ളൂ. രാവിലെ തന്നെ കൂട്ടുകാരൻ്റെ ഏട്ടൻ്റെ വിളിച്ചു. നിർത്താണ്ട് അടിക്കണുണ്ടപ്പോൾ ഞാൻ ഫോണെടുത്ത് എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, അവൻ എത്ര പറഞ്ഞിട്ടും പെണ്ണ് കെട്ടേണ്ട ഒരു പരിപാടി അവൻ്റെ അടുത്തില്ല, എന്താ നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി, കേൾക്കുന്നില്ല, അപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ കുറച്ചു നേരം പറയാതെ ഇരുന്ന് നോക്ക്. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാക്കാരം ചിലപ്പോൾ വേണ്ട വേണ്ട അറിയണേ, അപ്പോൾ പറയാതെ ഇരുന്ന് നോക്കെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയും ഞങ്ങൾ ചെയ്തു നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കണ്ട, സുലൈമാൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ, ഇനിയിപ്പോൾ ആരാ സുലൈമാൻ എന്നാ കാര്യങ്ങൾ വിചാരിക്കണേ. ഞങ്ങളുടെ നാട്ടിലുള്ള പെണ്ണ് കെട്ടൂല എന്ന് പറഞ്ഞ് നടന്നിരുന്നോനാ. പഞ്ചായത്ത് മുഴുവൻ ഓനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ഓൻ പറഞ്ഞു ഞാൻ കെട്ടൂല, എന്നോടത് പറയണ്ട. അവസാനം ആരുടെയൊക്കെ ഭാഗ്യത്തിന് ഓനൊന്നും കെട്ടിയെന്ന് മാത്രമല്ല, അന്ന് രാത്രി എല്ലാവരും അവനവൻ്റെ റൂമിൽ പോയി കിടന്നു. ഇവനും വൈഫ് ഇവരെ റൂമിൽ പോയി കിടന്നു. രാത്രി 2 മണി 2:30 മണിയായപ്പോൾ ഇവനങ്ങോട്ട് തുടങ്ങി കൂക്കിയാർക്കൽ. എന്തിനാന്ന് ആർക്കും ഒരു പിടുത്തമല്ല. അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ വന്നിട്ട് എന്താ സംഭവം എന്നറിയണ്ടേ. അങ്ങനെ അവൻ്റെ വാപ്പാനോട് പറഞ്ഞു എന്താ പറ്റിയേ, എന്തിനാ അങ്ങനെ കൂക്കിയാർക്കണത്. ഇവൻ്റെ വാപ്പ പറഞ്ഞു എനിക്കും അറിയില്ല, ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. നേരെ വന്ന് റൂമ് മുട്ടി. സുലൈമാനെ തുറക്കുക അതിലായിരുന്നു. സുലൈമാൻ വായിൽ പറഞ്ഞു എന്തിനാ ഇങ്ങനെ കൂക്കണു, നാട്ടുകാർ മുഴുവൻ മുറ്റത്ത് വന്നുകൊള്ളു, എന്താ സംഭവം എന്ന്. കള്ള നമുക്ക് എടുത്തേക്ക് വാപ്പാനോട് പറയണേ, സുലൈമാന് സുഖം കിട്ടി ഇനിയും കൂക്കും, നിങ്ങൾ പോയി തന്തേന്ന്. പെണ്ണിട്ട് ഉലാറിന് നടന്നോനാ. നമ്മളിതൊക്കെ എത്ര കണ്ടു.